പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആസിഫ് അലി നായകനാക്കി സേതുനാഥ പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി. കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമാണെന്നാണ് പോസ്റ്റർ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൻ്റെ റിലീസും പോസ്റ്ററിനൊപ്പം അറിയിച്ചിട്ടുണ്ട്. ഈദ് റിലീസായാണ് ആഭ്യന്തര കുറ്റവാളി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എന്നാൽ മലയാളക്കര ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ എമ്പുരാനും ഇതേ സമയത്താണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈദും അതിനോട് അനുബന്ധിച്ചുള്ള വലിയ അവധികളും മുന്നിൽ കണ്ടാണ് എമ്പുരാൻ ഒടുവിൽ മാർച്ച് 27 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതേ ദിവസം മലയാളത്തിൽ മറ്റ് ചിത്രങ്ങളൊന്നും റിലീസ് ഇല്ലാതിരുന്നപ്പോഴാണ് ആഭ്യന്തര കുറ്റവാളി എമ്പുരാനൊപ്പം ക്ലാഷ് ഉറപ്പിച്ചത്. ഇത് ആദ്യമായല്ല മോഹൻലാലിൻ്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിനോടൊപ്പം ആസിഫ് അലി ചിത്രം ക്ലാഷിനെത്തുന്നത്. മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ പുലിമുരുകനൊപ്പവും ആസിഫ് ക്ലാഷുമായി വന്നിരുന്നു. 2016 പുലിമുരുകനൊപ്പം ആസിഫ് അലി, ബിജു മേനോൻ എന്നിവർ അഭിനയിച്ച കവി ഉദ്ദേശിച്ചത് എന്ന ചിത്രവും റിലീസ് ചെയ്തിരുന്നു. മമ്മൂട്ടി നായകനായ തോപ്പിൽ ജോപ്പനും അന്ന് ക്ലാഷിനുണ്ടായിരുന്നു. പുലിമുരുകൻ്റെ അതിഗംഭീര വിജയത്തിനിടയിൽ മറ്റ് 2 ചിത്രങ്ങളും ശ്രദ്ധ നേടാതെ പോവുകയായിരുന്നു. 9 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ക്ലാഷിന് ഇറങ്ങുമ്പോൾ ആസിഫിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല. കേരളത്തിലെ 90% തിയേറ്ററുകളിലും എമ്പുരാൻ റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിലെ കിങ് സൈസ് തിയേറ്ററുകൾ പലതും ഇതിനോടകം തന്നെ എമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ 2 ചിത്രങ്ങൾക്ക് പുറമെ 2 അന്യഭാഷാ സിനിമകളും ഈദ് റിലീസായി തയ്യാറെടുക്കുന്നുണ്ട്. വിക്രമനെ നായകനാക്കി അരുൺ കുമാർ സംവിധാനം ചെയ്യുന്ന വീരധീരശൂരൻ, സൽമാൻ ഖാനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിക്കന്ദറുമാണ് ഈദ് റിലീസായി എത്തുന്ന അന്യഭാഷാ ചിത്രങ്ങൾ. ഏതു ചിത്രമാകും ബോക്സ് ഓഫീസിൽ വെന്നിക്കൊടി പാറിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം.